LDFിനെതിരെ ആഞ്ഞടിച്ച് MV ശ്രേയാംസ്കുമാർ. അർഹിക്കുന്ന പരിഗണന RJDക്ക് ലഭിക്കുന്നില്ല. രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം LDFിൽ അറിയിക്കും. MV ഗോവിന്ദനെ നേരത്തെ തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും ശ്രേയാംസ്കുമാർ കൂട്ടിച്ചേർത്തു. ഇതേ തുടർന്ന് വിവരങ്ങൾ നൽകുവാൻ കിരൺ ഉണ്ട് നമ്മളോടൊപ്പം. കിരൺ, LDFിനെതിരെ MV ശ്രേയാംസ്കുമാർ ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ പുറത്തറിയിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും MV ശ്രേയാംസ്കുമാർ ഇന്ന് രംഗത്തെത്തിയത്. LDFിൽ നിലവിൽ RJDക്ക് അർഹതപ്പെട്ട പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം തന്നെയാണ് ഇന്ന് RJD നേതാക്കളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചത്. ഇന്ന് തൃശ്ശൂരിൽ RJDയുടെ നേതൃയോഗത്തിന് എത്തിയതായിരുന്നു MV ശ്രേയാംസ്കുമാർ അടക്കമുള്ള നേതാക്കൾ. ഇതിനിടയിലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. നിലവിലിപ്പോൾ രാജ്യസഭ സീറ്റ് എന്നുള്ളൊരു ആവശ്യം അത് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. ആ ആവശ്യവുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും RJD വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന മന്ത്രിസഭയിലടക്കം നിലവിലിപ്പോൾ ഒരു മന്ത്രി ഇല്ലാത്തത് RJDക്ക് മാത്രമാണ്. മറ്റു പാർട്ടികൾക്കെല്ലാം തന്നെ വേണ്ട പരിഗണന ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ RJDക്കും വേണ്ട പരിഗണന ലഭിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും നേതാക്കൾ ഉന്നയിക്കുന്നത്. ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ MV ഗോവിന്ദൻ അടക്കമുള്ള CPM-ലെ ഒപ്പം തന്നെ ഇടത് മുന്നണിയിലെ ഉന്നതരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ അറിയിച്ചിരുന്നതാണ്. എന്നിട്ടും നിലവിലൊരു പരിഗണന ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞൊരു പശ്ചാത്തലത്തിൽ ഇനി തങ്ങളുടെ ആവശ്യവുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഏതായാലും RJD നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഇടതുപക്ഷത്തിന്റെ തോൽവി, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായുള്ള തോൽവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും വിശദമായ പഠനം വേണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും RJD നേതാക്കൾ ഇന്ന് ഈ യോഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ പരിശോധന വേണം. മാത്രവുമല്ല പെൻഷൻ അടക്കം കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഇത് സർക്കാരിന് തിരിച്ചടിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് RJDയുടെ വിലയിരുത്തലുള്ളത്. ഏതായാലും ഇന്ന് യോഗത്തിന് ശേഷം നേതാക്കൾ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഏതായാലും പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് തൃശ്ശൂരിൽ RJD നേതാക്കൾ യോഗം ആരംഭിച്ചത്. ശരി, വ്യക്തമാണ്. LDFിനെതിരെ ആഞ്ഞടിച്ച് MV ശ്രേയാംസ്കുമാർ. അർഹിക്കുന്ന പരിഗണന RJDക്ക് ലഭിക്കുന്നില്ല. രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യം LDFിൽ അറിയിക്കും. MV ഗോവിന്ദനെ നേരത്തെ തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നും ശ്രേയാംസ്കുമാർ പറഞ്ഞു. ഇതേ തുടർന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ കുമാർ.